ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കുന്ന ഒരു വളത്തെക്കുറിച്ചാണ്. നമ്മൾ വീട്ടിൽ നിന്നും വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരു സാധനം, പക്ഷേ അതുകൊണ്ട് നമ്മളുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ? അങ്ങനെ ഒരു വളത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വളങ്ങളെല്ലാം ചേർത്തപ്പോൾ എൻ്റെ ചെടിയിലുണ്ടായിരുന്ന മാറ്റങ്ങളും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതിനായി ഞാൻ വീട്ടിൽ തന്നെ ഉള്ള 3 ഐറ്റംസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ 3 ഐറ്റംസ് ഓരോന്നായിട്ട് ചേർത്താലും ഗുണങ്ങൾ വ്യത്യസ്തമാണ്, ഒരുമിച്ച് ചേർത്താലും ഗുണങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 ഇൻഗ്രീഡിയൻ്റ് എന്നും എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും നമുക്കൊന്ന് നോക്കിയാലോ. അത് കൂടാണ്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചെയ്യുന്ന ഒരു പ്രധാന തെറ്റും പറയുന്നുണ്ട് കേട്ടോ. ആ തെറ്റ് ചെയ്താൽ ചെടികൾക്ക് ഗുണം കിട്ടേണ്ടടുത്ത് ചിലപ്പോൾ പ്രശ്നവും വരാം. അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ ഈ ഒരു റോസ നോക്കി, പനിനീർ റോസാണ് കേട്ടോ. ഒരുപാട് നാളായി നട്ടിട്ട്. ഇതിൻ്റെ തണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം നാളായിട്ടാണ് ഇങ്ങനെ തന്നെ നിൽക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു വളം ചേർത്തതിന് ശേഷമാണ് ഇതിൽ മുട്ട് വന്നത്. മുട്ട് വന്നത് നോക്കി, ഒന്നിൽ തന്നെ 2 മുട്ടുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളക്, ഇതെല്ലാം ഞാൻ ഈ ഒരു വളം ചേർത്തതിന് ശേഷമാണ് വ്യത്യാസമുണ്ടായത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വളം ചേർത്തതിന് ശേഷമാണ് പ്രകടമായൊരു മാറ്റം കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ആ ഒരു റോസയിൽ കുറേ നാളായിട്ട് പൂക്കളൊന്നും ഇല്ലാണ്ട് നട്ടപ്പം മുതൽ അങ്ങനെ തന്നെ മേലോട്ട് പൊങ്ങി അങ്ങോട്ട് പോവുമായിരുന്നു കേട്ടോ. ഒരു മുട്ട് പോലും ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നാളായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് വരികയായിരുന്നു. അപ്പോൾ ഈ ഒരു വളം ചേർത്തതിന് ശേഷമാണ് ആ ഒരു റോസിൽ മുട്ട് വന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ആ ഇൻഗ്രീഡിയൻ്റ് എന്നും എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കൂടാതെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ കഞ്ഞിവെള്ളം സാധാരണ എന്താ ചെയ്യുന്നത്? കളയാറാണോ അതോ ചെടികൾക്ക് ഒഴിക്കാറുണ്ടോ? എന്താണെങ്കിലും കമൻറ്റിൽ ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ ആദ്യം കഞ്ഞിവെള്ളത്തെക്കുറിച്ച് പറയാം. മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ, ചെടികൾക്കും വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു കഞ്ഞിവെള്ളം എന്നെല്ലാവർക്കും അറിയാലോ. പ്രത്യേകിച്ച് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ധാരാളം ഗുണകരമായ സൂക്ഷ്മജീവികൾ ഉണ്ട്. മണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. പക്ഷേ ഇതൊരിക്കലും നേരിട്ട് ചെടിയിൽ ഒഴിക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് നമ്മളുടെ ഈ ഒരു വെജിറ്റബിൾ സ്ലറി. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ബയോബിൻ എപ്പോഴും കാണുന്നുണ്ടാവും അല്ലേ. എൻ്റെ ഗാർഡനിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു ബയോബിൻ. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിലെ വളം തന്നെയാണ്. നമ്മുടെ അടുക്കളയിൽ ദിവസം പച്ചക്കറി മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന അവശിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ, അതായത് ബീൻസ്, ഈ ഒരു മുട്ടത്തോട്. എൻ്റെ ഒരു വെജിറ്റബിളിൽ മുട്ടത്തോട് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കിടക്കാറ്. അതിന് സമയം കിട്ടാറില്ല, വേഗം അങ്ങോട്ട് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 ദിവസത്തെ പച്ചക്കറി വേസ്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ഞാൻ എടുത്ത് വെക്കും. എന്നിട്ട് നമ്മൾ നേരെ ഈ ഒരു ബയോബിനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വളമുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ഞാൻ നേരെ ഈ ഒരു ബയോബിനിലേക്ക് പച്ചക്കറി വേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബയോബിനിലെ ജൈവവളം നമ്മളുടെ ചെടികൾക്ക് വളരെ ഗുണകരമാണ് കേട്ടോ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്. ശരിക്കും 3 ലെയർ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ 2 ലെയർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് വെജിറ്റബിൾസ് കുറവാണ്. ഡെയിലി ഉണ്ടെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 ലെയർ മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. 1 ലെയറിൽ ഞാൻ ചെടി നട്ടിരിക്കുകയാണ്. ഒരെണ്ണം വെറുതെ വേസ്റ്റ് ആക്കണ്ടാലോ എന്ന് വിചാരിച്ച് ചെടി നട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഇനോക്കുലം ചേർക്കണം കേട്ടോ. ഇനോക്കുലം ചേർക്കുന്നതിൻ്റെ ഗുണങ്ങൾ വളരെ കൂടുതലാണ് കേട്ടോ. കാരണം ഇത് നമ്മളുടെ പച്ചക്കറികൾ പെട്ടെന്ന് തന്നെ അഴുകാനായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് വളമാക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ദുർഗന്ധം വരാറില്ലേ, ആ ഒരു ദുർഗന്ധം ഇല്ലാതിരിക്കാനും നമ്മൾ ഈ ഒരു ഇനോക്കുലം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലാക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്.
അതായത് പച്ചക്കറി പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വെജിറ്റബിൾ കൊണ്ടുവന്ന് ഇടാറ്. ഇനോക്കുലം നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. 5 കിലോയ്ക്ക് 100 രൂപ അത്ര എന്തോ വരുന്നുള്ളൂ. വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇനി അതല്ലെങ്കിൽ കൂടി നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ബയോബിൻ വളത്തിൽ നിന്നും നമുക്ക് ഇനോക്കുലം ഉണ്ടാക്കാം. ബയോബിനിൽ നിന്നും കിട്ടുന്ന വളം ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് ഇനോക്കുലമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബയോബിനിൽ നിന്ന് നമുക്ക് വളം മാത്രമല്ല, അത് ഈ ഒരു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന സ്ലറി കൂടി കിട്ടാറുണ്ട്. ഇതിപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. പച്ചക്കറിയിൽ നിന്നും ഊറി വരുന്ന സ്ലറിയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇത് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ 2 ദിവസം ആയതുകൊണ്ടാണ് അത്രമാത്രം ഉള്ളത്. അപ്പോൾ നമുക്ക് ബയോബിനിൽ നിന്നും വളം കിട്ടും. അതുകൂടാണ്ട് ഈ ഒരു സ്ലറിയും നമുക്ക് ഈ ഒരു ബയോബിനിൽ നിന്ന് കിട്ടും. അപ്പോൾ ഗാർഡനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ബയോബിൻ. അപ്പോൾ ഇനി അടുത്തതാണ് നമ്മളുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചാരമാണ്. ഇത്രത്തോളം ചാരം ഞാൻ എടുത്തിട്ടുണ്ട്. ചാരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് കേട്ടോ. അതായത് മരം കത്തിച്ച് ചാരം മാത്രമേ നമ്മൾ എടുക്കാവൂ. ഈ ചാരത്തിൽ പൊട്ടാസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പൂക്കൾക്കും പച്ചക്കറികൾക്കും വളരെ നല്ലതാണ് ഈ ഒരു വളം. അപ്പോൾ നമുക്ക് വളം തയ്യാറാക്കാം. അപ്പം ഞാൻ ആ ഒരു ബക്കറ്റിൽ വളരെ കുറച്ച് മാത്രമാണ് കഞ്ഞിവെള്ളം എടുത്തിരിക്കുന്നത്. പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. കൂട്ടത്തിലേക്ക് സ്ലറിയും 2-3 ടീസ്പൂൺ ചാരവും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യാം. നല്ല രീതിക്ക് തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ വളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മിശ്രിതം ഒരു ദിവസം മൂടി വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇത് ഏതൊക്കെ ചെടികൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് പൂച്ചെടികൾക്ക് ഉപയോഗിക്കാം. അതായത് ചെമ്പരത്തി, റോസ്, മുല്ല, ബൊഗെയിൻവില്ല പോലുള്ള ചെടികൾക്ക് ഈ ഒരു വളം നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് കൂടാണ്ട് പച്ചക്കറികൾക്കെല്ലാം തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ചെടികൾക്ക് കൂടുതൽ വളം കൊടുത്താൽ കൂടുതൽ വിളവുണ്ടാവും എന്ന് വിചാരിക്കരുത് കേട്ടോ. അതായത് ചാരം കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മണ്ണിന് നല്ലതല്ല. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഞാൻ ചാരം എടുത്തത്. അപ്പോൾ വളം കൊടുക്കുമ്പോൾ നമ്മൾ മിതമായിട്ട് തന്നെ വളം കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോസ്. കണ്ടോ, ഇതിൻ്റെ ഒരു തണ്ടിൻ്റെ വലിപ്പം കണ്ടോ? ഈ വലിപ്പം വെച്ച് അങ്ങയുടെ മേളിലേക്ക് പോകുന്നതല്ലാണ്ട് അതിലൊരു മുട്ട് പോലും വരുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു വളം കൊടുത്തതിന് ശേഷമാണ് കണ്ടില്ലേ മുട്ട് വരുന്നത്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് നമ്മളുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടെറസിന് മുകളിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. എൻ്റെ ചെടികളൊക്കെ നോക്കി, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല രീതിക്ക് കാറ്റാണ്. പ്രത്യേകിച്ച് നമ്മളുടെ അപ്പുറമൊക്കെ വീടുകൾ കുറവാണേ. അപ്പോൾ കാറ്റ് നല്ല രീതിക്ക് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് അതിൻ്റെ ഫലം എന്താണെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. ഞാൻ കൂടുതലും ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്ന വളങ്ങളാണ് ചേർക്കാറ്. NPK ചേർക്കാറില്ലെന്നല്ല, പക്ഷേ അത് വളരെ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ബൊഗെയിൻവില്ല പോലുള്ള ചെടികൾക്കാണ് ഞാൻ കൂടുതലും NPK ചേർക്കുന്നത്. എങ്കിലും ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറവാണ്. വീട്ടിൽ തന്നെ നമ്മൾ വളങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചിലവും വളരെ കുറവാണല്ലോ. അതുപോലെ തന്നെ വീട്ടിലെ വേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഗാർഡനിങ് എന്ന് പറയുന്നത് വിലകൂടിയ വളങ്ങൾ കൊടുക്കുന്നതല്ലല്ലോ. നമ്മളുടെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വളങ്ങളുണ്ടല്ലോ. എല്ലാ ദിവസവും ഞാൻ ചെടികൾക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഈ ഒരു ബൊഗെയിൻവില്ല കണ്ടോ, ഇതിൻ്റെ കളറ് ഡബിൾ കളറാണ്. വെയിൽ കുറവായതുകൊണ്ടാണ് ആ ഒരു കളറ് അങ്ങനെ തെളിഞ്ഞ് കാണാത്തത്. എങ്കിലും പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ ചെമ്പരത്തി നോക്കി, ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു വെച്ചതാണ്. 2 കൊമ്പും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മഞ്ഞയും ഒന്ന് പിങ്കുമാണ്. കണ്ടോ, ഇതിലെല്ലാം പുതിയ കിളിർപ്പാണ് ഈ വന്നിരിക്കുന്നത്. അതേപോലെ ഇപ്പുറത്തും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ നിൽക്കുന്ന ഇല നേരത്തെ ഉണ്ടായിരുന്ന വെച്ചതാണ്. പക്ഷെ അടുത്തതൊക്കെ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ.
ചെറിയ ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് ചെമ്പരത്തി വളർത്തിയെടുക്കാം. കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. ഇതിൻ്റെ നനവ് നോക്കിയേ. ഇത് അത്യാവശ്യം നനവുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ വെള്ളം കൊടുക്കുന്നില്ല. എൻ്റെ ചെടികൾക്ക് ഇത്രത്തോളം വെള്ളം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും കൊടുക്കാറില്ല. പക്ഷേ എല്ലാ ദിവസവും നനക്കാറുണ്ട്. മഴക്കാലമാണെങ്കിലും നമ്മളുടെ ഈ ഒരു ഷീറ്റ് ഇട്ട ടെറസിന് മുകളിൽ നിൽക്കുന്ന ചെടികൾക്ക് വെള്ളം കിട്ടാറില്ല. അപ്പോൾ വെള്ളം കൊടുത്തേ പറ്റൂ. കണ്ടോ, ഈ ഒരു കപ്പ് കണ്ടോ, ഇത്രയും വലിപ്പമാണ് ഞാൻ കൊടുക്കുന്ന ചെടികളുടെ വെള്ളത്തിൻ്റെ അളവ്. വലിയ ചെടിച്ചട്ടിയാണെങ്കിൽ ആ ഒരു കപ്പ് ഫുൾ ഞാൻ ഒഴിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം 2 ചെടികൾക്കായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. ബൊഗേൻവില്ല പോലുള്ള വലിയ ചെടിച്ചട്ടികൾക്ക് 1 കപ്പ് മുഴുവനെ കൊടുക്കാറുണ്ട്. എങ്കിലും മണ്ണ് ഉണങ്ങി പോകാറില്ല കേട്ടോ. അലോവേറക്ക് ഡെയിലി വെള്ളം കൊടുക്കാറില്ല. അതിന് ഡെയിലി വെള്ളം കൊടുക്കേണ്ട ആവശ്യവുമില്ലല്ലോ. വെള്ളം സ്റ്റോർ ചെയ്തേക്കാനുള്ള കഴിവ് അതിൻ്റെ തണ്ടുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യം നോക്കിയിട്ടാണ് ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാവുമ്പോൾ ഒരുപാട് വെള്ളം ഒഴുകിപ്പോകില്ല. ആവശ്യത്തിനുള്ള വെള്ളം ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്ര ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.